പിന്നാക്ക ദലിത് സംഘടനകളുമായി ഐക്യമുണ്ടാക്കാനും സംവരണ വിഷയം ഗൗരവമായി ഉന്നയിക്കാനും മുസ്ലിം ലീഗ് തീരുമാനിച്ചു. പി.കെ. കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന കേരള യാത്രയിൽ സംവരണ സംരക്ഷണം ഒരു പ്രധാന വിഷയമായിരിക്കും. പാർട്ടിയുടെ നേതൃതലത്തിൽ ദളിതർക്ക് കൂടുതൽ പരിഗണന നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. സംവരണ വിരുദ്ധരായ സംഘപരിവാറിനൊപ്പം SNDP കൂടി ചേർന്ന സാഹചര്യത്തിൽ പിന്നാക്കക്കാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കൂടുതൽ ജാഗ്രത വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. പിന്നാക്ക ദലിത് സംഘടനകളുമായി ചേർന്ന് ഇക്കാര്യത്തിൽ യോജിച്ച നീക്കങ്ങൾ ആവശ്യമാണെന്ന് മുസ്ലിം ലീഗ് കരുതുന്നു. അടുത്തിടെ പാർട്ടി സംഘടിപ്പിച്ച ചില പരിപാടികളിൽ ഏതാനും ദലിത് പിന്നാക്ക സംഘടനകളുടെ നേതാക്കളെ കൂടി പങ്കെടുപ്പിച്ചത് ഇതിന്റെ ഭാഗമാണ്. സംസ്ഥാനത്തെ പിന്നാക്ക ദലിത് നേതാക്കളുമായി കൂടുതൽ ഗൗരവമേറിയ ആശയവിനിമയം നടത്താനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. പി.കെ. കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന കേരള യാത്രയിൽ സംവരണ അട്ടിമറി അടക്കമുള്ള വിഷയങ്ങൾ ഗൗരവമായി ഉന്നയിക്കും. കേരള സർവകലാശാലയിൽ ഉൾപ്പെടെ പിന്നാക്ക വിഭാഗങ്ങൾക്കുണ്ടായ സംവരണ നഷ്ടം സംബന്ധിച്ച വിവരങ്ങൾ ഇതിനായി പാർട്ടി ശേഖരിച്ചിട്ടുണ്ട്. 5-6 റിസർവേഷൻ കമ്മ്യൂണിറ്റികളുടെ കോഴ്സ് എന്നും നിയമസഭക്കകത്തും പുറത്തും ഗവൺമെൻറ്റിലൊക്കെ കൈകാര്യം ചെയ്ത പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്നത്തെ സാഹചര്യം ആവശ്യപ്പെടുന്ന രീതിയിൽ ആ കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. പാർട്ടിയുടെ ദലിത് മുഖമായ UC രാമൻ കേരള യാത്രയുടെ കോർഡിനേറ്ററാണ്. ദലിത് ലീഗ് നേതാവും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ AP ഉണ്ണികൃഷ്ണനെ കേരള യാത്രയുടെ പരമാവധി സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രസംഗിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. MK ഷുക്കൂർ, മീഡിയ 1, കോഴിക്കോട്. ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം മുസ്ലിം ലീഗ് നേതാവ് ശ്രീ കുട്ടി അഹമ്മദ് കുട്ടിയുണ്ട്. ഒപ്പം PA കുട്ടപ്പൻ വിശ്വകർമ്മ സഭയുടെ പ്രതിനിധിയുണ്ട്. ആദ്യം MK ഷുക്കൂറുണ്ട്, വാർത്ത റിപ്പോർട്ട് ചെയ്ത. ഷുക്കൂർ, എന്താണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ ലീഗ് ഇക്കാര്യത്തിൽ മുന്നോട്ട് വെക്കാൻ പോകുന്ന നീക്കങ്ങൾ? പ്രസാദ്, മുസ്ലിം ലീഗ് ഭരണത്തിലിരിക്കുന്ന ഒരു സമയത്ത് നടത്തുന്ന ഒരു ജാഥയാണിത്. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരികയും സംവരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദലിതർക്കെതിരായ ചില നീക്കങ്ങൾ ഉണ്ടായി എന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്ന ഒരു സാഹചര്യം കൂടിയാണിത്. കുറച്ചുകൂടി രാഷ്ട്രീയമായി കണിശമായ നിലപാടുകൾ ചില വിഷയങ്ങൾ സ്വീകരിക്കണം എന്ന ഒരു അഭിപ്രായം മുസ്ലിം ലീഗിൽ ഇപ്പോൾ ശക്തമാണ്. പ്രത്യേകിച്ച് പി.കെ. കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന ഒരു ജാഥയിൽ രാഷ്ട്രീയമായി ജനങ്ങളോട് സംവദിക്കാൻ അനുയോജ്യമായ ഒരു സാഹചര്യമാണ് എന്ന് മുസ്ലിം ലീഗ് കരുതുന്നു. സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അതിനെതിരായ നിലപാട് സംവരണ സമുദായങ്ങളിൽ നിന്ന് തന്നെ വരുന്ന ഒരു സാഹചര്യത്തിൽ അത് വളരെ കൃത്യമായി തന്നെ ജനങ്ങളോട് പറയണമെന്ന് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ദലിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം എന്ന ഒരു അജണ്ടയിലേക്ക് മുസ്ലിം ലീഗ് കേരള യാത്രയെ ഉപയോഗിക്കും. വിശദാംശങ്ങൾ നൽകാനായി ഉള്ളത്, വിശകലനങ്ങൾ നൽകാനായുള്ളത് കുട്ടി അഹമ്മദ് കുട്ടിയുണ്ട്, KK കൊച്ചുണ്ട്, PA കുട്ടപ്പനുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. ആദ്യം ശ്രീ കുട്ടി അഹമ്മദ് കുട്ടി, എന്താണ് ലീഗ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉന്നയിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്ന് എല്ലാവർക്കും വ്യക്തമാണ്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം മാത്രമാണോ, അതോ ഇതിന് കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധ്യത്തോടെയുള്ള ഒരു നീക്കമാണോ എന്ന കാര്യമാണ് ചർച്ചയാവേണ്ടത്? ലീഗ് വളരെ മുമ്പ് തന്നെ ഈ പ്രശ്നം കൈകാര്യം ചെയ്തു വരുന്ന ഒരു പാർട്ടിയാണ്. ദളിത് പിന്നോക്കങ്ങളുടെ പ്രശ്നങ്ങൾ എന്നും മുൻതൂക്കം നൽകിയ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പൊ ഈ ഒരു ജാഥ നടത്തുമ്പോൾ അതിൽ നിന്ന് ആ പ്രശ്നം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോഴ് പ്രത്യേകമായി ഈ രംഗത്ത് ഈ പ്രശ്നം കൊണ്ടുവരാനുള്ള ഒരു കാരണം കേന്ദ്രത്തിൽ ഇതിനെതിരെയുള്ള നീക്കങ്ങളുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ വാക്താക്കൾ പലരും സംവരണത്തിനെതിരെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് സംവരണ അട്ടിമറികൾ നടക്കുന്നുണ്ട്. പിന്നെ ആദിവാസികൾക്ക് ലഭ്യമാകേണ്ട നീതി ഇപ്പോഴും ലഭ്യമാകുന്നില്ല. അവരുടെ സ്ഥിതിയും വളരെ ദയനീയമാണ്. അപ്പൊ ഈ ഘട്ടത്തില് ഞങ്ങളൊരു ജാഥ നടത്തുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്തും ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ശ്രീ കുട്ടി അഹമ്മദ്, ദയവായി തുടരുക. ശ്രീ KK കൊച്ച്, അങ്ങനെ ലീഗ് എല്ലാ കാലവും ഇത്തരം കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എന്ന ബോധ്യം താങ്കൾക്കുണ്ടോ? ഞാൻ സംസാരിച്ചോട്ടെ? ശ്രീ KK കൊച്ച്. തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യപ്പെടുന്ന ഒരു നിർദ്ദേശമാണ്. മുസ്ലിം ലീഗ് അങ്ങനെ തീരുമാനമെടുത്തതിന് എല്ലാവരും അഭിനന്ദിക്കണം. കാരണം വെച്ചാൽ മുസ്ലിങ്ങൾ ഇങ്ങനെ തീരുമാനം എടുക്കേണ്ടി വരുന്നത് ഈ കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങളും അതേപോലെ ദളിത്, പ്രത്യേകിച്ച് ദളിതര് അവരെ സാമൂഹ്യ നീതിയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ മുമ്പെന്നേക്കാളും അവർ കൂടുതൽ ബോധവാന്മാരാണ്. അതനുസരിച്ചുള്ള അസ്വസ്ഥതകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇവർക്ക് ഐക്യപ്പെടാവുന്നത് ഇവരുടെ കീഴാള വിഭാഗങ്ങളുടെ ഐക്യമുന്നണിയിലാണ് അവരെ ഏകീകരിക്കാൻ കഴിയുന്നത്. അത് പാർട്ടിയുടെ ഐക്യമുന്നണി അല്ല, വാസ്തവത്തിൽ സാമുദായിക വിഭാഗങ്ങളുടെ
ഒരു ഏകീകരണം അല്ലെ ഐക്യവിടെ സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ സാമൂഹ്യ നീതിക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതൊരിക്കലും ഹിന്ദുത്വം പോലെയുള്ള ഹിന്ദുത്വം പോലുള്ള ഒരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ ആശയത്തിനോ ഈ സാമൂഹ്യ നീതി ഒരിക്കലും കൈവരിക്കാൻ കഴിയില്ല. അത് കീഴാണ് വിഭാഗങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഈ രീതിയിൽ മുസ്ലിം ലീഗിന്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ട് അത് ഇതിന്റെ ഉള്ളിലുള്ള വ്യത്യസ്തം മനസ്സിലാക്കണം. ഇവരുടെ പിന്നോക്കക്കാരും അതിന് ന്യൂനപക്ഷങ്ങളെ അപേക്ഷിച്ച് സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ് ദലിതര്. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ സവിശേഷമായിട്ട് കഴിയുമ്പോൾ ഈ ഒരു പ്രശ്നവും കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ മുസ്ലിം ലീഗ് പാർട്ടി അവർ സ്വാഭാവികമായിട്ടും അവർ എല്ലാവരും വോട്ട് വേണ്ടി ജയിക്കുന്നവരാണ്. ഒരിക്കലും മുസ്ലിങ്ങളെ മാത്രം വോട്ട് വേണ്ടി ജയിക്കുന്നവരല്ല. അപ്പം അവർ തന്നെ അവരുടെ സാമൂഹ്യതയെ കുറിച്ച് ഒരു സങ്കല്പം അവർക്കുണ്ടാക്കണം. ഇതിൽ മൗലികമായിട്ട് മുന്നോട്ട് വയ്ക്കേണ്ട സങ്കല്പം എന്ന് പറഞ്ഞാൽ സാമുദായിക നീതി എന്ന് പറയുന്നത് സമുദായങ്ങൾ തമ്മിൽ ഈ ഉയർച്ച താഴ്ചകളില്ലാതെ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ സാമൂഹ്യ സംഘർഷങ്ങളെ ഒഴിവാക്കാൻ കഴിയുള്ളൂ. ശ്രീ കെ കെ കൊച്ച് തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ പി എ കുട്ടപ്പൻ, ഇക്കാര്യത്തിൽ കെ കെ കൊച്ച് ലീഗിന്റെ ഈ നീക്കത്തെ വളരെ ആത്മാർത്ഥമായി തന്നെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യമാണ് കണ്ടത്. ലീഗ് ഇക്കാര്യങ്ങളിൽ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കും എന്ന് ചർച്ച ചെയ്യേണ്ട സാഹചര്യമുണ്ടോ? തീർച്ചയായും ലീഗിന്റെ ഇപ്പോഴത്തെ നിലപാട് സ്വാഗതാർഹമാണ് എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. മറിച്ച് ഇതിനു മുൻപ് ബഹുമാന്യ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംവരണത്തെ കുറിച്ച് ഒരു അഭിപ്രായം പറയുണ്ടായിരുന്നു. അതായത് സംവരണത്തെ ഇനി ഞങ്ങളാരും അതിനെ ഫോക്കസ് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലൂന്നി എന്നുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയത് കഴിഞ്ഞ മാസത്തിൽ ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു. പക്ഷെ അത്തരം നിലപാട് എങ്ങനെയാണ് ഇത്തരം സമുദായങ്ങളിലേക്ക് എത്തപ്പെടുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ക്രീമി ലെയർ വിഭാഗങ്ങളെ ആയതുകൊണ്ടാണ് അവർക്ക് ഇനി സംവരണം കിട്ടില്ല, അതുകൊണ്ട് മറ്റാർക്കും ഇനി സംവരണം വേണ്ട എന്നുള്ളൊരു നിലപാട് മുസ്ലിം ലീഗ് മാത്രമല്ല SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശനും ഒക്കെ തന്നെ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സാമുദായിക സംഘടനകളിലെ ക്രീമി ലെയർ വിഭാഗം അത്തരത്തിൽ നേതൃത്വത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ സംവരണ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. കാരണം സത്യത്തില് ജനസംഖ്യാനുപാതികമായിട്ടുള്ള സംവരണത്തിന് വേണ്ടിയിട്ടുള്ള വാദം ഇവിടെ വളരെ ഗൗരവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സംവരണീയരായിട്ടുള്ളവരുടെ സാമുദായിക ഐക്യത്തിലൂടെ മാത്രമേ ഈ സംവരണം നിലനിർത്താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അത് മാത്രമല്ല, ഇന്ന് ഈ സവർണ ജാതി വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ സംവരണീയരായിട്ടുള്ള സമുദായങ്ങളുടെ നേതൃത്വങ്ങളും ഒക്കെ ഒരുമിച്ച് പോകുന്ന സംവരണത്തിനെതിരായിട്ട് ഒരുമിച്ച് പോകുന്ന ഒരു നിലപാട് ഇന്ന് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ RSSനെ പോലുള്ള സംഘടിത ശക്തികൾ അല്ലെങ്കിൽ സവർണ ജാതി മേധാവിത്വം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികളൊക്കെ തന്നെ സംവരണത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സാമ്പത്തിക സംവരണമാണ് വേണ്ടതെന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൽ അവർ പറയുന്നൊരു കാര്യം മുന്നോക്ക ജാതികളിലെ പാവപ്പെട്ടവർക്ക് സംവരണം കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ മുന്നോക്ക ജാതികളിലെ ജനസംഖ്യ എത്രയുണ്ട്? അത് നിസ്സാരമേ ഉള്ളൂ. അത്തരം നിസ്സാരമുള്ള ഒരു ജനസംഖ്യയിലെ 1% പോലും ഇല്ലാത്ത പാവപ്പെട്ടവർക്ക് ജാതി അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കണം എന്ന് പറയുമ്പോ ഇന്നത്തെ ഭരണഘടനാ പ്രകാരം അത് സാധ്യമല്ല. അത് ഭരണഘടനയെ വ്യക്തമാണ്. താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ വിദ്യാസാഗർ, ഇവിടെ ഒരു സംവരണ വിരുദ്ധമായ ചില നിലപാടുകൾ ഇങ്ങനെ കാലങ്ങളായി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല അതിന് കൃത്യമായ ഒരു ആ രീതിയിൽ ഒരു സംവരണ വിരുദ്ധത കൊണ്ടുവരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനുള്ള ശക്തികൾ വളരെ പ്രബലമായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ ഉള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന ഈ മുദ്രാവാക്യം അല്ലെങ്കിൽ എങ്ങനെ ദളിത് സംഘടനകളും മറ്റ് സംഘടനകളുമായി ഐക്യപ്പെട്ടുകൊണ്ട് സംവരണം എന്ന പ്രശ്നത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എത്രമാത്രം മുന്നോട്ട് പോകാൻ ലീഗിന് സാധിക്കും? അതിൻ്റെ പ്രസക്തി എത്രത്തോളമുണ്ട് ഇന്ന് കേരളത്തിൽ?
എത്രമാത്രം മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും എന്നതിനോട് പ്രതികരിക്കാൻ ഒരുപക്ഷെ ഞാൻ അശക്തനാണ്. പക്ഷെ ഈ നിലപാട് ഞാൻ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇത് വളരെ മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകളിലേക്കൊക്കെ ലീഗ് കുറെ കൂടി സക്രിയമായിട്ട് നടന്നെടുക്കേണ്ടതായിരുന്നു എന്നെനിക്ക് അഭിപ്രായമുണ്ട്. പിന്നോക്ക ഐക്യമുന്നണിയുടെ ഘടക അംഗങ്ങളായിട്ട് ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒത്തിരി കാലം പ്രവർത്തിച്ച കാലത്തും ഞാൻ അല്പം വിമർശന രൂപേണ പറയാറുള്ള ഒരു വാചകമുണ്ട്. ഭരണത്തിലിരിക്കുമ്പോൾ ലീഗിന് മുന്നോക്ക ഐക്യവും പ്രതിപക്ഷത്തിരിക്കുമ്പം പിന്നോക്ക ഐക്യമാണ് എന്ന് അല്പം ഫലിതത്തിലും എന്നാൽ അല്പം വിമർശനപരമായിട്ടും ഞാൻ അവരോട് തന്നെ പറയാറുണ്ട്. അപ്പൊ അവരതിനെ തിരിച്ചു തള്ളാറുണ്ട്. ഇതൊക്കെ വസ്തുതയാണ്. കേരളത്തിലും ഇന്ത്യയിൽ ഒട്ടാകെയും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ഒരു സാമൂഹ്യ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇവിടെ സംവരണം പോലുള്ള അവകാശങ്ങൾക്ക് നേരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഗൗരവതരങ്ങളായ ചോദ്യചിഹ്നങ്ങളെ അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്ത് അഭിമുഖീകരിക്കാനും അതിനെ നേരിടാനും ഒക്കെ തയ്യാറാകേണ്ടതുണ്ട്. അത് തന്നെയല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വേദികളിലും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വേദിയിൽ പോലും സ്വകാര്യ മേഖലയിലേക്ക് കൂടി സംവരണം വ്യാപിപ്പിക്കേണ്ട സംഗതികളെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ തുടങ്ങാൻ അവർ തയ്യാറായിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമ്പോ ഇവിടുത്തെ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ സംവരണത്തിന്റെ ആനുകൂല്യങ്ങളുടെ ഒരു കൈത്താങ്ങ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് നടന്നു പോകാൻ മറ്റുള്ളവരോടൊപ്പം എത്തി നടക്കാൻ കഴിയൂ. തിരിച്ചെത്താം. ശ്രീ കുട്ടി അഹമ്മദ് കുട്ടി, ഈ ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാം ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നു. താങ്കൾ കേട്ടു. വളരെ ക്രിയാത്മകമായി തന്നെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. എന്താണ് ലീഗിന് മുന്നിലുള്ള അടുത്ത വഴികൾ? ഇക്കാര്യത്തിൽ പ്രായോഗികമായി എന്തെല്ലാം കാര്യങ്ങളാണ് സ്വീകരിക്കാനുള്ളത്? നേരത്തെ വിദ്യാസാഗർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭരണവും പ്രതിപക്ഷത്തും ഒക്കെ ഇരിക്കുമ്പോൾ വ്യത്യസ്ത നിലപാടുണ്ടാകുമോ? കൃത്യമായ ഒരു പദ്ധതി ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ? ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരിക്കലും സംവരണം ഇനി ഞങ്ങൾ സംവരണം ഫോക്കസ് ചെയ്യേണ്ട വിഷയമല്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടതാണ്. രണ്ടാമത് ശ്രീ വിദ്യാസാഗർ അദ്ദേഹം ഞങ്ങളോടൊപ്പം സംവരണ സമുദായ മുന്നണിയിൽ പലപ്പോഴും യോജിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഭരണത്തിലാകുമ്പോൾ മാത്രം ലീഗ് മുന്നോക്കക്കാരോട് കൂടുകയും പ്രതിപക്ഷത്താകുമ്പോൾ പിന്നോക്ക ഐക്യമുണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളത് അത് തെറ്റായ ധാരണയാണ്. ഞങ്ങൾ നരേന്ദ്രൻ കമ്മീഷനുമായി മുന്നോട്ട് വന്നത് അന്ന് ഭരണത്തിലിരിക്കുമ്പോഴാണ്. ഇപ്പോഴ് ഞങ്ങൾ ഇത് ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ദളിത് പിന്നോക്ക ഐക്യത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള മുദ്രാവാക്യം ഉയർത്തുന്നത് ഭരണത്തിലിരിക്കുമ്പോഴാണ്. അതിന് ഉള്ള കാരണങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ സാമ്പത്തിക സംവരണത്തിന് വേണ്ടിയുള്ള വാദഗതികൾ ഇന്ത്യ ഒട്ടാകെ ഉയരുകയാണ്. RSS നേതാവ് ശ്രീ NG വൈദ്യയുടെ പ്രഖ്യാപനം കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് സാമ്പത്തിക സംവരണം നടപ്പിലാക്കാനുള്ള നീക്കമായിട്ടേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ SR സിൻഹ കമ്മീഷന്റെ 2010 റിപ്പോർട്ട് നടപ്പാക്കി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങൾക്ക് OBCയുടെ സംവരണം അടക്കമുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകണമെന്നുള്ള NSSന്റെ ആവശ്യമുണ്ട്. പിന്നെ അതോടൊപ്പം സംവരണക്കാരോടൊപ്പം നിൽക്കേണ്ട SNDPയും ഇപ്പോ മറുഭാഗത്തേക്ക് നീങ്ങിയിരിക്കുന്നു. അപ്പൊ സംവരണം ഇവിടെ നിലനിർത്താനും അതിന്റെ പ്രാധാന്യം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു നീക്കം ആവശ്യമാണ്. അതുകൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ ഇത് ഞങ്ങളുടെ ജാഥയിലെ ഒരു മുഖ്യ അജണ്ടയായി ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഞങ്ങൾ വളരെ കാലം മുമ്പേ ഇത് പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. സംവരണ സമുദായ മുന്നണിയില് ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാനാണ് സെക്രട്ടറി. അതിന്റെ മുമ്പ് പിന്നോക്ക മുന്നണിയിൽ സൂഫി സെക്രട്ടറി ആയിരുന്നു. അപ്പൊ ഞങ്ങൾ വളരെ കാലമായി കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഈ ദളിതരെ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. അവരുടെ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ അവർക്ക് സംവരണം കൊണ്ട് മാത്രം രക്ഷ കിട്ടുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയങ്ങളിൽ അസംബ്ലിയിൽ ഇതിനു വേണ്ടി ഞാൻ വാദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു കാര്യം തിരിച്ചെത്താങ്ങളിലേക്ക് ശ്രീ TK ഹംസ കൂടിയുണ്ട് ചർച്ചയിൽ. ശ്രീ TK ഹംസ, പിന്നോക്ക ദളിത് സംഘടനകളുമായി ഐക്യപ്പെടുക, അതോടൊപ്പം തന്നെ സംവരണ വിഷയം വളരെ ശക്തമായി തന്നെ ഉന്നയിക്കാനുമാണ് ലീഗ് തീരുമാനിക്കുന്നത്.
ഇപ്പോൾ ലീഗിൻ്റെ കേരള യാത്രയിൽ അത് ഉയർത്തിപ്പിടിക്കാനും ഇത്തരം സംഘടനകളുമായി ഈ രീതിയിൽ ഐക്യപ്പെടാനുമുള്ള തീരുമാനവുമായാണ് അവർ മുന്നോട്ട് പോകുന്നത്. എല്ലാ കാലത്തും ലീഗ് ഉയർത്തിപ്പിടിച്ചിരുന്നത് ഈ നിലപാടാണ് എന്ന് അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. താങ്കൾ എങ്ങനെ കാണുന്നു ലീഗിൻ്റെ ഈ നിലപാടിനോട്, പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ? ലീഗിന്റെ നിലപാടിൽ ഞാൻ കാണുന്നത് സംവരണം പുതുതായി ഉന്നയിക്കേണ്ട ഒരു പ്രശ്നമല്ല, നിലവിലുള്ളതാണ്. സംവരണം കൊടുക്കുക എന്ന കാര്യം ഭരണഘടന വന്ന കാലം മുതൽക്ക് നിലവിലുണ്ട്. ദീർഘകാലം ഭരണത്തിൽ ഇരുന്ന ലീഗുകാരന് അവിടെ ഇരുന്നത് ശരിയാക്കാൻ നോക്കാതെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സംവരണം എന്ന് പറഞ്ഞ് ചാടിക്കളിക്കുന്ന രാഷ്ട്രീയ ദുരുദ്ദേശമാണെന്നാണ് എന്റെ അഭിപ്രായം. സംവരണം പൊതുമേഖലാ സ്ഥാപനത്തിൽ പോലും വേണം എന്ന് അഭിപ്രായപ്പെട്ടവരാണ് CPM. ഞങ്ങളന്ന് ഇന്നും ആ അഭിപ്രായക്കാരാണ്. അതിനുവേണ്ടി ഞങ്ങൾ സംസാരിക്കാറുമുണ്ട്, പടപൊരുതുന്നുണ്ട്. പക്ഷെ സംവരണം തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം മതിയോ ലീഗിന്? ദളിതരെയും ഓർമ്മ വരും തെരഞ്ഞെടുപ്പ് വന്നാൽ. 5 കൊല്ലം ഭരണത്തിൽ ഇരുന്നിട്ട് ആ നടപ്പാക്കിക്കൂടായിരുന്ന സംവരണം സംസ്ഥാനത്തിന്റെ പരിധിയിൽപ്പെട്ടിടത്തൊക്കെ നടപ്പാക്കാമായിരുന്നല്ലോ. ഇപ്പൊ ജാഥ നടക്കുക, ജാഥ നടക്കുന്ന ദളിതരെ ഓർമ്മ വരുന്നു, സംവരണം ഓർമ്മ വരുന്നു. തെരഞ്ഞെടുപ്പ് ആസ്വദിച്ചുള്ള ഒരു പ്രചരണം എന്നല്ലാതെ ആത്മാർത്ഥതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ ടി കെ ദയവായി തുടരുക. ശ്രീ കുട്ടിയാമത് കുട്ടി, ആത്മാർത്ഥതയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത്. അതില് അദ്ദേഹത്തിന് അങ്ങനെ തന്നെ പറയേണ്ടി വരും. പക്ഷെ ഞങ്ങൾ ഈ ആത്മാർത്ഥമായി ഈ വിഷയം ഉന്നയിച്ചതാണ്. ഇത് സംവരണം വളരെ പഴയ കാലത്തുള്ളതാണ്. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് എന്തോ ഓർമ്മിപ്പിച്ചോന്ന് അറിയില്ല. സംവരണത്തിനെതിരെ ഗുജറാത്തിലും ഈ RSS നേതാവ് MG വൈദ്യയുടെയും അവരുടെ മറ്റു നേതാക്കളുടെയൊക്കെ പ്രഖ്യാപനമൊക്കെ കാണുമ്പോൾ സംവരണത്തിന് വേണ്ടി കൂടുതൽ ശക്തമായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് മുസ്ലിം ലീഗിന് തോന്നുന്നു. അതിന്റെ ആത്മാർത്ഥത ചോദ്യം PK ഹംസ സാഹിബ് അത് ഉള്ളിൽ അതിന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാണ്, സംവരണം കൊണ്ട് മാത്രം ദളിതർ രക്ഷപ്പെടൂല. ഞാൻ അസംബ്ലിയിൽ സ്ഥിരമായി ഉന്നയിക്കാറുള്ള ഒരു വാക്കുകൂടെ ഇവിടെ പറയാണ്. കാസർഗോഡ് മുതൽ പാറശാല വരെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ദളിതര് എന്തെങ്കിലും വ്യവസായ സ്ഥാപനങ്ങളോ വ്യാപാര സ്ഥാപനങ്ങളോ നടത്തുന്നുണ്ട് എന്ന് നോക്കിയാൽ ഒരു പെട്ടിക്കട പോലും നടത്തുന്നവരുടെ എണ്ണം വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ. അപ്പൊ അവരെ സാമ്പത്തികമായി കൂടെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അവരെ സമ്പത്തിനുടമകളാക്കണം. ഇത് ഏറ്റവും കൂടുതൽ സമയം അസംബ്ലിയിൽ ഉന്നയിച്ചത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാനാണ്. അത് മുസ്ലിം ലീഗിന്റെ ആശയമാണ്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അനുവദിച്ചത് കൊണ്ടും അവര് പറയാൻ പറഞ്ഞത് കൊണ്ടാണ് പറയുന്നത്. പിന്നെ സംവരണ സമുദായ മുന്നണി കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് സംവരണത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് ഒരു സെമിനാർ നടത്തി. അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചു ചേർത്തിരുന്നു. ഞങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ സംവരണത്തിന് അനുകൂലമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒന്നിച്ച് കൊണ്ടുവരണമെന്നുള്ളത്. അതിൽ ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ KK കൊച്ച്, എന്താണ് ലീഗിൽ നിന്ന് ദളിത് സംഘടനകൾക്ക് പ്രതീക്ഷിക്കാനുള്ളത്? എന്തായിരിക്കും ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് വെക്കാനുള്ള നിർദ്ദേശങ്ങൾ? ഈ മുസ്ലിം ലീഗ് എന്നതിനുപരിയായിട്ട് ലീഗ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമുദായമുണ്ട്, മുസ്ലിം സമുദായമുണ്ട്. ആ മുസ്ലിം സമുദായത്തിലെ പുതിയ തലമുറകൾ കാലത്തിന്റെയും അതുപോലെ തന്നെ രാജ്യത്തെ മാറ്റങ്ങളൊക്കെ തിരിച്ചറിയുന്നവരാണ്. ഈ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കേവലമായ ഒരു സാമുദായിക അവകാശങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ട് ആ സമുദായത്തിന് ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. അല്ല, അതിനെ പ്രധാനം ചെയ്ത് രാഷ്ട്രീയ പാർട്ടിയിൽ നിലനിൽക്കാൻ കഴിയാത്തതുകൊണ്ട് മറ്റ് സമുദായങ്ങളുമായിട്ട്, മറ്റ് കീഴാട സമുദായങ്ങളുമായിട്ട് ഐക്യമുണ്ടാക്കിക്കൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അത്ര ഒരു കാര്യത്തിൽ സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് സമുദായങ്ങളുടെ സമരത്തോട് ഐക്യപ്പെടാൻ ഒരു ബാധ്യസ്ഥരാണ്. ഈ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യപ്പെടുന്നത്. അതെ, ശ്രീ KK കൊച്ച്, അക്കാര്യം കൃത്യമായി അവർ തിരിച്ചറിയുന്നുണ്ടോ? അതിൽ കൃത്യമായ കർമ്മ പദ്ധതികളുണ്ടോ? അത് തിരിച്ചറിയുന്ന അതിനകത്തിറക്ക സംഘർഷങ്ങളിലൂടെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ മുസ്ലിം ലീഗിനകത്ത് തന്നെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പ്രതിനിധാനം ചെയ്യുന്ന ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ ഒരു ആശയം രൂപപ്പെടുന്നുണ്ട്. അത് കേവലം മുസ്ലിം ലീഗ് ഒരു ഇപ്പം CK ഹംസൊക്കെ പറയുന്നവരും തട്ടിപ്പ് വന്നതൊന്നുമല്ലത്. കാരണം അങ്ങനെ ഒരു സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിൽ രൂപപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ട് ആ സമുദായത്തിന് കഴിയാത്തതുകൊണ്ട് ആ സമുദായത്തെ പ്രതിനിധീകരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നു. ആ പാർട്ടിക്ക് അത് സത്യസന്ധത കാണിക്കാൻ കഴിഞ്ഞത് ആ പിന്നോക്ക സമുദായങ്ങളോ ദളിതുകളോ അവരെ തള്ളിക്കളയെന്ന് മാത്രമല്ല, ആ സമുദായം തന്നെ അവരെ തള്ളിക്കളയുന്ന അവസ്ഥ ഇപ്പൊ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് അവർ സത്യസന്ധത പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ശ്രീ കുട്ടിയാമത് കുട്ടി, ആ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ.
അതെ, ഞാനിവിടെ പറയുന്നത് സംവരണം മാത്രമല്ല ഈ സംവരണ സമുദായങ്ങളുടെ പ്രശ്നം, പ്രത്യേകിച്ച് ദളിതുകളുടെ. അവരെ സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ടുവരണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അസംബ്ലിയിൽ പല പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടത് അതാണ്. അവരെ സ്വത്തിനുടമകളാക്കണം. ദളിതരുടെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. ആദിവാസികളുടെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. ഇതൊക്കെ മുസ്ലിം ലീഗ് വളരെ കാര്യമായി തന്നെ കാണുന്നു. പിന്നെ ഈ സമയത്ത് സംവരണത്തിന് വേണ്ടിയുള്ള ശബ്ദം ദളിത് പിന്നോക്കക്കാർ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം സാമ്പത്തിക സംവരണത്തിന് വേണ്ടിയുള്ള വാദങ്ങൾ ഒരുപാട് ശക്തമായി ഉയരുകയാണ്. അത് എല്ലാവരും കാണുന്നില്ലേ? അതില് ടി.കെ. ഹംസയുടെ പാർട്ടിയുടെ പ്രതിനിധിയായി വന്ന കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്, ഞങ്ങളുമുണ്ട് ഈ സംവരണം സംവരണം നിലനിർത്താനുള്ള ശ്രമത്തിനിടയിൽ മാർക്സിസ്റ്റ് പാർട്ടി പിന്നോട്ട് പോവുകയില്ല എന്നാണ്. ഞാൻ സെക്രട്ടറിയായ ദളിത് സംവരണ സമുദായ മുന്നണിയുടെ യോഗത്തിലാണ്. ജനുവരി 9-ാം തീയതി ഞങ്ങൾ വേറൊരു സെമിനാർ എറണാകുളത്ത് നടത്തുന്നു, ഞങ്ങളുടെ സംവരണ സമുദായ മുന്നണി. അപ്പൊ മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ്. ഇപ്പൊ ജാഥയ്ക്ക് വേണ്ടി മാത്രം ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമല്ല, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു മുദ്രാവാക്യവുമല്ല. ഞങ്ങൾ വളരെ കാലമായി ഇവരുമായി വളരെ അടുത്ത ബന്ധമുള്ളവരും ദളിതുകളുടെ പ്രശ്നങ്ങൾക്കും പിന്നോക്കക്കാരുടെ പ്രശ്നങ്ങൾക്കും വേണ്ടി എന്നും നിലകൊണ്ടവരുമാണ്. ശ്രീ ടി.കെ. ഹംസ, ഇതൊക്കെ ജനം വിശ്വസിക്കുന്നുണ്ടോ? എങ്ങനെയാണ് CPM ഇക്കാര്യത്തിൽ കാണുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് തട്ടിപ്പായി തന്നെ ഇതിനെ ചുരുക്കി കാണുകയാണോ? മറിച്ച് അല്ലാത്തൊരു രീതിയിലേക്ക് ഇത്തരം സംഘടനകളുമായി ഒരു സംവാദാത്മകമായി ഇണങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ ഉയരുകയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കേണ്ട ബാധ്യതയില്ലേ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, അധികാരത്തിൽ വരുമ്പോ ഈ സംവരണ താല്പര്യവും വികസന താല്പര്യവും ഇവരൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പൊ ഭരണത്തിന് പോകാൻ പോവുകയാണ് ലീഗ്. തെരഞ്ഞെടുപ്പിൽ 2 മാസമേ ഉള്ളൂ. ഞാൻ നേരത്താണോ ഇവർക്ക് തോന്നല്? മാത്രമല്ല, രാജസ്ഥാനിലും ബീഹാറിലും RSSകാർ സംവരണത്തിനെതിരെ സംസാരിച്ചാൽ ഇവിടെ ഏറനാട് താലൂക്കിൽ ലീഗ് സമരം ഒരു ജാഥ നടത്തിയാൽ അതിന് പരിഹാരമാവുമോ? ഇങ്ങനെ ഭാവനയിൽ മാത്രം നിലനിൽക്കുന്ന ചില നയങ്ങളുമായിട്ട് നടക്കുന്നതിനെ അത് ശരിയല്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും സംവരണത്തിന് അനുകൂലമാണ്. പൊതുമേഖലയിൽ പോലും വേണമെന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളതിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. അതിനുവേണ്ടിയുള്ള ശ്രമം ആത്മാർത്ഥമാണെങ്കിൽ സഹകരിക്കുന്നതിനോ അതിനെ അനുകൂലിക്കുന്നതിന് ഒരു തടസ്സം ഞങ്ങൾക്കില്ല. പക്ഷേ ലീഗാണ് ഈ പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ തലേ മാസം പറയുമ്പോൾ ജനങ്ങൾക്ക് വിശ്വാസക്കുറവ് വരികയാണ്. ഒരു ആദ്യം പറയാമായിരുന്നല്ലോ. അത് തന്നെയാണ് ശ്രീ CK വിദ്യാസാഗർ പങ്കുവച്ചത്. ശ്രീ വിദ്യാസാഗർ, പക്ഷേ എന്തായാലും ലീഗ് ഈ രീതിയിൽ കാര്യങ്ങൾ കാണുകയും അതിനെ തിരിച്ചറിയുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം സംഘടനകൾക്ക് ചെയ്യാനുള്ളത് എന്താണ്? വളരെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ദളിതരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ സംവരണത്തിന് അപ്പുറത്തേക്ക് അവർക്ക് ഭൂമിക്ക് അർഹമായ ഉടമസ്ഥാവകാശം കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. 1964 ഉണ്ടാക്കിയ ഭൂമി ഒഴിവ് ചട്ടത്തിൽ ഓരോ വില്ലേജിലും പഠിച്ച ഭൂമിയുടെ 25% പട്ടികജാതിക്കാർക്കും പഠിക്കണമെന്ന് പ്രത്യേക ഒരു ക്ലോസ് എഴുതിയിട്ടുണ്ട്. 1961 ഉണ്ടായതാണ്. ആ ക്ലോസ് എത്രത്തോളം ഈ കാലമെല്ലാം ഭൂമി പഠിച്ചപ്പോൾ എത്രത്തോളം അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ആദ്യം ഇതിന്റെ തന്നെ ആവശ്യപ്പെട്ടിട്ട് ഒരു അന്വേഷണം നടത്തി നോക്കി. മഹാനായ ആർശങ്കർ ഫ്രെയിം ചെയ്ത ലാൻഡ് അസൈൻമെന്റ് ബ്രിഡ്ജിൽ എഴുതിച്ചിരിക്കുന്നത് 25% ഓരോ വില്ലേജിലും പഠിക്കുന്ന സർക്കാർ ഭൂമിക്ക് ഈ പട്ടികജാതിക്കാർക്കും പട്ടികജാതിക്കാർക്കും കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത് പ്രോആക്റ്റീവായിട്ട് ഈ വിഷയത്തിൽ ആത്മാർത്ഥമായി സഹകരിക്കാൻ മുന്നോട്ട് വന്നാൽ. ശ്രീ വിദ്യാസാഗർ, വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം ശ്രീ KK കൊച്ച്, ശ്രീ PA കുട്ടപ്പൻ, ശ്രീ കുട്ടി അഹമ്മദ് കുട്ടി, TK ഹംസ, നന്ദി.